നമസ്കാരം പ്രിയപ്പെട്ടവരെ, വോട്ട് വർത്തമാനത്തിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് പൊന്നാനിയാണ്. പൊന്നാനിയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 7 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക ഒരു രാഷ്ട്രീയ സ്വഭാവമാണ്. അതായത് UDF അനുകൂലമായിട്ടൊരു വേവോ ട്രെൻഡോ ഉണ്ടെങ്കിൽ UDF അനുകൂലമായിട്ട് നിൽക്കുകയും LDF അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ഇതിൽ പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുമാണ്. നമ്മൾ ആദ്യം ചൂസ് ചെയ്ത പൊന്നാനി നിയോജക മണ്ഡലമാണെങ്കിൽ പോലും പൊന്നാനിയിൽ ഇത്തവണ വളരെ ശക്തമായ ഒരു ഫൈറ്റ് നടക്കുന്ന നിയോജക മണ്ഡലമാണ് പൊന്നാനി എന്ന് 100% പറയാൻ സാധിക്കും. പ്രത്യേകമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പൊന്നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സുരക്ഷിത മണ്ഡലമായി കണക്ക് കൂട്ടുന്നത് പൊന്നാനി നിയോജക മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ ഘടനയും സ്വഭാവവും എല്ലാം പൊതുവെ LDF അനുകൂലമാണ്. പക്ഷേ നമ്മൾ ഈ കണ്ട ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണ്. പൊന്നാനി നഗരസഭ നിലനിർത്താൻ LDF സാധിച്ചുവെങ്കിലും അത് നേരിയൊരു മാർജിനിലായിരുന്നു. ആ കുത്തൊരിക്കലൊന്ന് പിടിച്ചു നിൽക്കാൻ സാധിച്ചു, അത് മാത്രമേ ഇവിടെ സാധിച്ചുള്ളൂ. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ MK സക്കീർ എന്ന് പറഞ്ഞ പഴയ PSC ചെയർമാനൊക്കെയാണ് ഇത്തവണ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. ഈ കാൻഡിഡേറ്റ് തന്നെ ഒരു വെല്ലുവിളിയാണ്. കാരണം ഇവർ പ്രതീക്ഷിച്ചത് വേറൊരു കാൻഡിഡേറ്റിനെ ആയിരുന്നു. കഴിഞ്ഞ തവണ നന്ദകുമാറിനെതിരെ ഒരു വികാരം ഉണ്ടായപ്പോൾ പോലും പാർട്ടി വോട്ടുകൾ കുഴപ്പമില്ല, നന്ദകുമാർ പ്രായമായിട്ടൊരു മനുഷ്യനാണല്ലോ, പിന്നെ അതുപോലെ തന്നെ പാർട്ടിക്ക് അനുകൂലമായ ഒരു വേവിൻ്റെയും കൂടെ ഒരു കാലഘട്ടത്തിലാണ് പൊന്നാനിയിൽ വളരെ ശക്തമായ ഒരു ഭൂരിപക്ഷം നിന്ന് കിട്ടിയതെങ്കിൽ ഇത്തവണ സക്കീറിനെ പോലൊരു കാൻഡിഡേറ്റ് വരുമ്പോൾ പാർട്ടി അനുഭാവികൾക്കെതിരെ ഉള്ളിൽ തന്നെ പല വിയോജിപ്പുകളുണ്ട്. അവിടുത്തെ പല കമ്മിറ്റികൾ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. ഇത്തവണ ഞങ്ങളുടെ വോട്ടുകൾ നോട്ടയ്ക്ക്, ആ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ട് ഇന്ന സഹാക്കൾ. കാരണം പൊന്നാനി നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ കാണുന്നൊരു പ്രവണതയാണ്. അതുപോലെ തന്നെയാണ് എതിർ സ്ഥാനാർത്ഥി നൗഷാദ് അലി എന്ന് പറയുന്നത്. നൗഷാദ് അലിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നൗഷാദ് അലിക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗഷാദ് അലി ഏറെക്കുറെ തൻ്റെ കാൻഡിഡേച്ചർ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ മണ്ഡലത്തിൽ. കാരണം സക്കീറിനെതിരെയുള്ള വികാരവും നൗഷാദ് അലി ഈ മണ്ഡലത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു എന്നതും ഈ മണ്ഡലത്തിൽ നൗഷാദ് അലിക്ക് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്നതാണ്. BJP വോട്ടുകളും അത്യാവശ്യം പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഇത്തവണത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ വളരെയധികം ശക്തമായ നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് പൊന്നാനി. പൊതുവെ അതൊരു ഇടതിൻ്റെ സുരക്ഷിത മണ്ഡലം എന്ന് പറയുമ്പോഴും അട്ടിമറി ഇത്തവണ ഒരു നേരിയ തോത് ഒരു ചെറിയ എഡ്ജ് നമുക്ക് UDF കൊടുക്കാം. ഒരു 0.1 എഡ്ജ് നമുക്ക് UDF തൽക്കാലത്തെ സിറ്റുവേഷനിൽ കൊടുക്കാൻ സാധിക്കുന്ന നിയോജക മണ്ഡലമാണ് പൊന്നാനി. കാരണം വലിയൊരു അടിയൊരുക്കാണ് LDF ഈ നിയോജക മണ്ഡലത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞത് പൊന്നാനി നിയമസഭാ മണ്ഡലത്തെ കുറിച്ചായിരുന്നു. അവിടെ ഇത്തവണ UDF കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്ത മണ്ഡലം വളരെ ടൈറ്റായൊരു മണ്ഡലം എന്ന് വിചാരിക്കപ്പെടുന്ന മണ്ഡലമാണ് തൃത്താല. VT ബൽറാം ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഇപ്പോഴത്തെ മന്ത്രി MP രാജേഷ് അല്ലേ. കഴിഞ്ഞ തവണ ഇവർ തന്നെ മത്സരിച്ചു. അപ്പം MP രാജേഷ് ആ മണ്ഡലത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ തോറ്റതിന് ശേഷം MP രാജേഷ് വന്നിറങ്ങിയ ഒരു മണ്ഡലമായിരുന്നു തൃത്താല എന്ന് പറയുന്നത്. തൃത്താലയിൽ കഴിഞ്ഞ തവണ കുറേ നെഗറ്റീവ് ഫാക്ടേഴ്സ് VT ബൽറാമിനെതിരായി ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് AKGക്കെതിരെ നടത്തിയ പ്രസ്താവന, അത് LDF വോട്ടുകൾ ഏകീകരിക്കാൻ സഹായിച്ചു ആ മണ്ഡലത്തിൽ. നമ്മൾ ഈ മണ്ഡലത്തെ പ്രധാനമായി നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പണ്ട് ഇതൊരു സംവരണ മണ്ഡലമായിരുന്നു. ഈ 2009 ഡീലിമിറ്റേഷന് ശേഷമാണ് ഇതൊരു ജനറൽ മണ്ഡലമായിട്ട് മാറിയത്. അപ്പം അതുവരെയുള്ള മണ്ഡലത്തിന്റെ സ്വഭാവം ആ കൂട്ടത്തിൽ മാറിയെന്ന് പറയാം. ഈ തൃത്താല LDF 2011 ഷുവറായിട്ട് അവരുടെ അക്കൗണ്ടിൽ വെച്ചിരുന്ന സീറ്റായിരുന്നു. പക്ഷേ ഈ LDFകാർ തന്നെ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അവർ തന്നെ കൊണ്ടുപോയാണ് 2011 ഇലക്ഷൻ തൊലച്ചതെന്ന്. കാരണം അതിന് പ്രധാനപ്പെട്ട കാര്യം 72 സീറ്റിന്റെ ഭൂരിപക്ഷം. പക്ഷെ പ്രധാനമായിട്ടും 2 മണ്ഡലങ്ങളിൽ ഒരു വലിയ അട്ടിമറി നടന്നതുകൊണ്ടാണ് ആ തവണ LDF അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. കാരണം ഒരു BS ഫാക്ടർ ആ ഇലക്ഷനിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ തൃത്താല അങ്ങനെ പെടുന്ന ഒരു മണ്ഡലമാണ്. പിന്നെ അവർ തന്നെ പറയുന്ന പാറശാല, തിരുവനന്തപുരം ജില്ലയിലെ പാറശാല അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. കാരണം തൃത്താല കൂടെ നിന്നിരുന്നതിൽ സ്വാഭാവികമായിട്ടും തൃത്താലയും പാറശാലയും പിന്നെ വേറൊരു മണ്ഡലം കൂടെ നിന്നിരുന്നതിൽ ഇവർക്ക് തുടർഭരണം അന്ന് തന്നെ ഉണ്ടാകുമായിരുന്നു. പണ്ടത്തെ തൃത്താല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും LDF അനുകൂലമായിട്ടൊരു മണ്ഡലമാണെങ്കിൽ ഇന്നത്തെ തൃത്താല എന്ന് പറയുന്നത് LDF UDF ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും അതാണ് സൂചിപ്പിച്ചത്. കാരണം
സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ അടിയൊഴുക്കളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും LDF പഞ്ചായത്തുകൾ പൊതുവെ അവർ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇത്തവണ തൃത്താലയിൽ പഞ്ചായത്തിൻ്റെ ഇത് വെച്ച് കണക്ക് വെച്ച് നോക്കുമ്പോൾ മേൽക്കൈ നേടിയത് UDF ആണ്. അതും ഒരു ഫാക്റ്റാണ്. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ VT ബൽറാമിനെതിരായിട്ടുള്ള വലിയൊരു ഇതില്ല. കാരണം കഴിഞ്ഞ തവണ AKGക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കുക അങ്ങനത്തെ ഒരു കാര്യമൊക്കെ ഉണ്ടാവും. ഇത്തവണ ആ ഒരു ഫാക്ടർ ഇല്ല. പിന്നെ MP രാജേഷ് മന്ത്രി എന്നുള്ള നിലയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ഈ മന്ത്രി എന്നൊരു ഭാരം MP രാജേഷിന് വന്നോ എന്നൊരു സംശയം കൂടെ ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ മണ്ഡലം ടൈറ്റ് തന്നെയാണ്. ഇത്തവണത്തെ BJP കാൻഡിഡേറ്റ് കഴിഞ്ഞ തവണ ശങ്കു പി ദാസ് ആയിരുന്നു. ഇത്തവണത്തെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് നമ്മൾ ലോക്കലിൽ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തന്നെ BJPക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്ന വോട്ടുകൾ അവർക്ക് പൂർണ്ണമായി തന്നെ അവർ പിടിക്കും. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു ചെറിയ എഡ്ജ് നമുക്ക് VT ബൽറാമിന് ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കാൻ സാധിക്കും. കാരണം എങ്ങോട്ട് വേണമെങ്കിലും മാറാവുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു UDF ട്രെൻഡിൻ്റെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ, ഒരു ചെറിയ കാറ്റിന് സാഹചര്യം ഉള്ളപ്പോൾ പൂർണ്ണമായിട്ടും ഇത്തവണ തൃത്താലയിൽ VT ബൽറാം ഒരു മന്ത്രി തോക്കുക എന്ന് പറയുന്നത് വിഷമമാണെങ്കിലും VT ബൽറാം വിജയിക്കാനാണ് ഈ മണ്ഡലത്തിൽ നേരിയൊരു എഡ്ജ്. പൊന്നാനിക്ക് നമുക്ക് കൊടുത്തതുപോലെ ഒരു എഡ്ജ് മാത്രം നമുക്ക് UDF ഈ മണ്ഡലത്തിൽ കൊടുക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു വന്നത് തൃത്താല മണ്ഡലത്തെക്കുറിച്ചാണ്. തൃത്താലയിൽ ഇത്തവണ മത്സരം കടുത്തതാകുമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അടുത്ത മണ്ഡലം താനൂരായിക്കോട്ടെ അല്ലേ? താനൂരിലെ സ്ഥിതി എന്താണ്? താനൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് ഏറ്റവും അധികം ടൈറ്റായിട്ട് അനുഭവപ്പെട്ട ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ PK ഫിറോസ് തോക്കുന്ന 500 വോട്ടിനാണ്. പക്ഷേ ഇത്തവണ അതൊരു നമുക്ക് തുടക്കത്തിൽ തന്നെ പറയാൻ സാധിക്കും, അത് UDF അനുകൂലമായിട്ടൊരു കാറ്റ് വീശുന്ന നിയോജക മണ്ഡലമാണ് ഇത്തവണ തിരൂർ മണ്ഡലം എന്ന് നമുക്ക് പറയാൻ താനൂർ മണ്ഡലം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തവണ മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ അല്ല ഇത്തവണ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പേടിയടിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ PK നവാസ് എന്ന കാൻഡിഡേറ്റ് പോപ്പുലറാണ് UDF. അതുകൊണ്ട് തന്നെ മുഹമ്മദ് സമീർ എന്ന ഒരു കാൻഡിഡേറ്റിനെയാണ് CPIM ഇറക്കിയിരിക്കുന്നത്. മണ്ഡലത്തിൽ സമീറിന് എന്തുമാത്രം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നത് ഒരു ചോദ്യമാണ്. കാരണം ഈ അബ്ദുൾ റഹ്മാന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അബ്ദുൾ റഹ്മാൻ പണ്ട് കോൺഗ്രസിലായിരുന്നു. ഈ കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിക്കാൻ അബ്ദുൾ റഹ്മാന് സാധിച്ചത് കൊണ്ടാണ് താനൂരിൽ ഒരു അട്ടിമറി കഴിഞ്ഞ 2 തവണയും നടന്നത്. ലീഗിന് അവർ മത്സരിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരു മണ്ഡലം പോലും തോക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത്തവണ PK നവാസ് കംഫോർട്ടബിളി വിജയിക്കുന്ന ഒരു മണ്ഡലമായിരിക്കും താനൂർ എന്ന് പറയുന്നത്. അത് UDF അനുകൂലമാണ്. കഴിഞ്ഞ തവണ എല്ലാം ടൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ടൈറ്റ് എന്നൊരു വസ്തുത മാറി ഇത്തവണ കുറച്ചുകൂടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. മന്ത്രി എന്തുകൊണ്ട് മാറി എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം മന്ത്രി മത്സരിച്ച മന്ത്രിയുടെ മണ്ഡലമാണ്. ആ മണ്ഡലം മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അത് തോൽവി എന്നൊരു പേടി കൊണ്ടാണ്. ആ മണ്ഡലത്തിൽ വികസനങ്ങൾ കാര്യമായ രീതിയിൽ നടന്നിട്ടുണ്ടോ? പിന്നെ അബ്ദുൾ റഹ്മാനെ പറ്റി നമ്മൾ പറയുമ്പോൾ മെസ്സിയുടെ കാര്യം കൂടെ നമ്മൾ പറയണം. മെസ്സി വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഉള്ള കാരണം ഫുട്ബോൾ ആരാധകരും എല്ലാം കൂടുതലുള്ള സ്ഥലമാണല്ലോ. അപ്പം അതെല്ലാം അബ്ദുൾ റഹ്മാനെ നെഗറ്റീവ് ആകുമെന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ തിരൂരിലേക്ക് അദ്ദേഹം മാറി. ശരി, നമ്മൾ പറഞ്ഞത് താനൂരിലാണ്. താനൂരിലും ഇത്തവണ ഒരു ചേഞ്ച് ഉണ്ടാവാനാണ് നല്ല സാധ്യത എന്നാണ്, UDF പോകാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അടുത്ത മണ്ഡലം തവനൂർ. തവനൂരും ഇതുപോലെ വളരെ ടൈറ്റ് ആയിട്ടുള്ള മണ്ഡലമാണ്. തവനൂർ ടൈറ്റാണ് പറയും. ഇവിടെ VS ജോയിയാണ് ഒരു ഭാഗത്ത്, മറ്റു ഭാഗത്ത് KT ജലീൽ. നമ്മൾ ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല, KT ജലീലിന് ആ മണ്ഡലത്തിലുള്ള ഒരു ബന്ധം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനുള്ളിൽ തന്നെയുള്ള ഒരു ബന്ധമുണ്ട്. അത് നമുക്ക് ഒരിക്കലും എന്ത് UDF തരംഗമെന്ന് പറഞ്ഞാലും KT ജലീലിന് ഒരു വോട്ടുണ്ട്. ആ വോട്ടിനെ അട്ടിമറിക്കാൻ ഒരു കാൻഡിഡേറ്റിന് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു മണ്ഡലത്തിൽ വിജയം എന്ന ലെവലിലേക്ക് വരുന്നുള്ളൂ. പിന്നെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം വോട്ടുകളും അതേപോലെ തന്നെ ഹിന്ദു വോട്ടുകളും അത്യാവശ്യമുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ അവിടെ വളരെ കുറവാണ്. അവിടെയാണ് ശരിയായുള്ള കേരള സ്റ്റോറി എന്ന് പറഞ്ഞ VS ജോയി എന്ന മലപ്പുറം ജില്ലാ പ്രസിഡന്റിനെ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഗുണം ചെയ്യും. കോൺഗ്രസ്സുകാരുടെ വോട്ടുകളെല്ലാം ഒരു വോട്ട് പോലും കുറയാതെ VS ജോയിക്ക് ഇത്തവണ കിട്ടും. പക്ഷെ ലീഗിൻ്റെ വോട്ടും ഒരു നല്ല ശതമാനം ഇത്തവണ VS ജോയിക്ക് തന്നെ വരുമെങ്കിലും ജലീൽ പോക്കറ്റിലാക്കി വെച്ചിരിക്കുന്ന കുറച്ച് വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ അതൊരു ഡിസസീവ് ഫാക്ടറായിരുന്നു. കാരണം പ്രധാനമായിട്ടും എടപ്പാൾ പോലത്തെ സ്ഥലങ്ങളിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിൻ്റെ ഒരു പാറ്റേൺ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിറോസ് കുന്നംപറമ്പിൽ ആയിരുന്നു UDF കാൻഡിഡേറ്റ്. ഫിറോസ് കുന്നംപറമ്പിൽ ഈ എടപ്പാൾ എത്തുന്നിടം വരെ ഫിറോസ് കുന്നംപറമ്പിൽ ഒരു 2000 വോട്ട് 500 വോട്ട് 1000 വോട്ട് എന്നൊക്കെയുള്ള രീതിയിൽ ലീഡിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ലാസ്റ്റിൽ എടപ്പാൾ പോലുള്ള സ്ഥലങ്ങൾ എണ്ണിയപ്പോഴാണ് ജലീൽ ലീഡിലേക്ക് വരുന്നത്. പക്ഷേ ഇത്തവണ മലപ്പുറം
മലപ്പുറം ജില്ലയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ എല്ലാ മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവം പൊതുവേ ഒരു UDF അനുകൂലമാണ്. കാരണം LDFിനോട് അവർക്ക് ചെറിയ വെള്ളാപ്പള്ളി ഇഷ്യൂ തന്നെ അതിൽ മെയിനായിട്ടൊരു ഫാക്ടർ ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ അത് KT ജലീലിനെ എന്തുമാത്രം ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BS ജോയും പോപ്പുലറാണ്, DCC പ്രസിഡന്റ് ആണ്, മലപ്പുറം ജില്ലയിൽ തന്നെ പൊതുവെ പോപ്പുലറാണ്, എല്ലാവരും കൂടെ നിർത്താൻ സാധിച്ചു. ഏറ്റവും നല്ല DCC പ്രസിഡന്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഷിയാസും BS ജോയും തമ്മിൽ ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം അവർ രണ്ടുപേരും നല്ല പോപ്പുലർ ആയിട്ടുള്ള ആളുകളാണ്. മലപ്പുറത്ത് എനിക്ക് ഏറ്റവും ടൈറ്റായ ഒരു മണ്ഡലമാണ് ഏറ്റവും ടൈറ്റ് ആയിട്ടൊരു ഈ ഒരു മണ്ഡലം, തവന്നൂർ മണ്ഡലം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടാലി വെച്ച് നമുക്ക് പറഞ്ഞു പറഞ്ഞല്ലോ ഒരു UDF അനുകൂല വേവ് അതിൻ്റെ ഒരു ചെറിയ ഒരു 0.5 പോലും കാണില്ല. ആ ഒരു വേവിൻ്റെ മാത്രം ഒരു ഇതിൽ ഞാൻ ഒരു പക്ഷേ പറയും VS ജോർജ് ഒരു പക്ഷേ ജയിച്ച് വരാമെന്ന്. പക്ഷേ ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ പറയുന്ന സത്യമാണ്. കാരണം അത്രയ്ക്കും വലിയ ടഫായിട്ടൊരു മത്സരം നടക്കുന്നത്. നമുക്ക് ഇതും വേണമെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് UDFിൻ്റെ അക്കൗണ്ടിൽ തന്നെ പെടുത്താൻ തോന്നുന്നു. നമ്മൾ പറഞ്ഞത് തവന്നൂർ മണ്ഡലത്തെക്കുറിച്ചായിരുന്നു. വളരെ ടൈറ്റാകുന്ന ഒരു മണ്ഡലമായിരിക്കും തവന്നൂർ എന്ന് ഉറപ്പാണ്. അടുത്ത മണ്ഡലം തിരൂരങ്ങാടിയാണ്. തിരൂരങ്ങാടിയെ പറ്റി ഒന്ന് പറയൂ ജോയ്. തിരൂരങ്ങാടി പൊതുവെ നമ്മൾ പറയുന്നൊരു മന്ത്രിമണ്ഡലം എന്നാണ്. കാരണം തിരൂരങ്ങാടിയിലെ MLA ആയിട്ടുള്ളവരെല്ലാം മന്ത്രിമാരായിട്ടുണ്ട്. അബ്ദുൾ റഹീബിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരി, AK ആന്റണി തിരൂരങ്ങാടിയിൽ നിന്ന് മത്സരിച്ച് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പിന്നെ പല മന്ത്രിമാരും UDFിനാണ് അധികാരം വരുന്നതെങ്കിൽ തിരൂരങ്ങാടിയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഒരു മന്ത്രി ഉണ്ടാകും എന്നതൊരു നാട്ടുചൊല്ലാണ്. പക്ഷെ ഇത്തവണ PMA സമീറാണ്, ഇത്തവണ UDFിന് തന്നെയാണ്. അജിത് കോലാടി എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റിനെയാണ് CPM നടത്തിയിരിക്കുന്നത്. അവർക്ക് സ്ഥാനാർത്ഥി ക്ഷാമം നല്ല പോലുള്ള സ്ഥലങ്ങളാണ് മലപ്പുറം എന്നൊക്കെ പറഞ്ഞത്. സാധാരണ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിനാണ് ഇവർ നോക്കുന്നതെങ്കിലും ഇത്തവണ സ്വതന്ത്രന്മാരെ പോലും കിട്ടാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ട ഒരു സ്ഥാനത്തിലാണ് PMA സമീറിന് നറുക്ക് വീണത്. ഒരു പക്ഷേ മണ്ഡലത്തിൻ്റെ ചരിത്രം കുറച്ച് മാറായിരിക്കും. ഒരു പക്ഷേ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സമീർ മന്ത്രിയാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മീൻസ് UDF അധികാരത്തിൽ വരുമെന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. അല്ലെങ്കിൽ നമുക്കൊരു UDF വേവ് ഉണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും UDFിനെ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. തിരൂരങ്ങാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രവാസി വോട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള വികസനം ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമം എല്ലാം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് തിരൂരങ്ങാടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും UDFിന് അനുകൂലമായിട്ടൊരു നിയോജകമണ്ഡലമാണ് തിരൂരങ്ങാടി എന്ന് പറയുന്നത്. കാരണം ഈ ലോക്സഭാ ഇലക്ഷൻ്റെ ഒക്കെ ഇത് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തിരൂരങ്ങാടിയൊക്കെയാണ്. എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുന്നത് ഈ 2019 അല്ല 2014 ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്താണ്. 25,000 വോട്ടിനാണ് ആ സമയത്ത് അബ്ദുൾ റഹ്മാൻ തന്നെ തോറ്റുപോയത് ആ ലോക്സഭാ മണ്ഡലത്തിൽ. അപ്പം ആ സമയത്ത് ബാക്കി പല മണ്ഡലങ്ങളും LDFിന് അനുകൂലമായി നിന്നപ്പോൾ തിരൂരങ്ങാടിയൊക്കെ കൊടുത്ത ഭൂരിപക്ഷം കൊണ്ട് മാത്രമാണ് ഇന്ന് വിജയിച്ച് കയറാൻ UDF ET മുഹമ്മദ് ബഷീറിന് സാധിച്ചത്. വലിയ ടൈറ്റൊന്നുമില്ല, PMA സമീർ തന്നെയാണ് വിജയിക്കുന്നത്. വളരെ വലിയ ബുദ്ധിമുട്ടില്ലാതെ UDFിന് കടന്നു പോകാൻ പറ്റുന്നൊരു മണ്ഡലമാവും തിരൂരങ്ങാടി എന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് തിരൂരാണ്. തിരൂര് പറ്റി എന്താണ് പറയാനുള്ളത്? തിരൂര് മന്ത്രി അബ്ദുൾ റഹ്മാൻ ഇത്തവണ മത്സരിക്കുന്ന മണ്ഡലമാണ്. സ്വന്തം മണ്ഡലം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എന്തുമാത്രം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം താനൂരിലൊക്കെ ഉണ്ടായ പോലെ ഒരു കോൺഗ്രസ് മുസ്ലിം ലീഗ് ഇഷ്യൂ ഒന്നും വളരെ ശ്രദ്ധേയമായിട്ട് വരാത്തൊരു നിയോജകമണ്ഡലമാണ് തിരൂരെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് ഒരു ഒറ്റക്കെട്ടായി ഇവർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുർക്കോളി മൊയ്തീൻ തന്നെ വിജയിക്കാനാണ് സാധ്യത. കുർക്കോളി മൊയ്തീൻ പലപ്പോഴും അദ്ദേഹം എന്താ പറയുക നല്ല അത്യാവശ്യം കരിസ്മയുള്ള ഒരു ലീഡറാണെങ്കിൽ പലപ്പോഴും ഭാഗ്യം തെളിച്ചിട്ടില്ല. അത് സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ കഴിഞ്ഞ തവണയാണ് ആ നിർഭാഗ്യം ഒന്ന് മാറി വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ മണ്ഡലം ഒന്ന് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണ ഈ കുത്തക മണ്ഡലങ്ങളൊന്നും MLAമാർ അദ്ദേഹം ശ്രദ്ധ കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മലപ്പുറത്ത് എനിക്ക് തോന്നുന്നു നജീബ് കാന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു MLA അത്യാവശ്യം ഒരു ശ്രദ്ധ കൊടുത്ത മണ്ഡലം എന്ന് പറയുന്നത് തിരൂരാണ്. അങ്ങനെ ഒരു സാഹചര്യം UDFിൻ്റെ വേവും എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ മന്ത്രി തോക്കാൻ തന്നെയാണ് സാധ്യത. മന്ത്രി തോൽക്കും, ഇത്തവണ ഗോളടിക്കില്ല. മെസ്സിയാണ് പ്രധാനമാണ്. ഇപ്പോൾ തിരൂരിനെ പറ്റിയാണ് പറയുന്നത്. തിരൂർ ഇത്തവണ UDFിൽ തന്നെ തുടരുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മന്ത്രി തോൽക്കാനാണ് സാധ്യത. ഇപ്പോൾ അടുത്ത മണ്ഡലം എന്ന് വെച്ചാൽ കോട്ടക്കലാണ്. കോട്ടക്കലിൽ ഇപ്പോൾ നിലവിലെ MLA ആബിദ് ഹുസൈനാണ് ഒരു ഭാഗത്തുള്ളത് അല്ലേ? എന്താണ് അവിടുത്തെ സ്ഥിതി? കോട്ടക്കൽ ഞാൻ പറഞ്ഞില്ലേ, പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലൊക്കെ സാധാരണ ഏറ്റവും കൂടുതൽ വോട്ട് സാധാരണ കേസിൽ തന്നെ എന്ത് LDF തരംഗം ഉണ്ടായാലും
വരുന്നൊരു മണ്ഡലം എന്ന് പറയുന്നത് കോട്ടക്കലാണ്. ആബിദ് ഹുസൈൻ തങ്ങൾ അത്യാവശ്യം പോപ്പുലറാണ്. പിന്നെ എതിർ സ്ഥാനാർത്ഥി വീക്കാണ്. പ്രീതി എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് ആണ്. പ്രീതി അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോട്ടക്കലൊന്നും നമ്മൾ അധികം പറയേണ്ട കാര്യമൊന്നുമില്ല. UDF അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഇത്തവണ മലപ്പുറം ജില്ലയിൽ എനിക്ക് തോന്നുന്നു വമ്പം ഭൂരിപക്ഷങ്ങൾ, മീൻസ് മലപ്പുറത്ത് എന്തായാലും ഇത്തവണ ഭൂരിപക്ഷം കൂടും. മലപ്പുറം മത്സരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ ഇവിടെ കോട്ടക്കൽ മത്സരിക്കുന്ന ആബിദ് ഹുസൈൻ തങ്ങളിനാവോ ഏറ്റവും നല്ല ഭൂരിപക്ഷം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത്രയും വലിയ മെജോറിറ്റി അല്ല. കാരണം ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് ഇലക്ഷൻ്റെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് ഈ കോട്ടക്കൽ കൊടുക്കുന്ന ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. കഴിഞ്ഞ തവണ LDF വേവ് ഉണ്ടായപ്പോൾ പോലും ഒരു 10,000-20,000 വോട്ടിൻ്റെ ലീഡ് ആ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഇത്തവണ കാൻഡിഡേറ്റ് ഭയങ്കര മോശമാണ് LDFൻ്റെ. അവർക്ക് മുസ്ലിം ലീഗിന്നോ കോൺഗ്രസിന്നോ തന്നെ വേറെ ഒരാളെ നിർത്തിയിരുന്നെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ടൈറ്റായിട്ട് പിടിക്കാൻ പറ്റും. പക്ഷേ ഇത്തവണ സാധ്യതയില്ല. കോട്ടക്കലൊക്കെ UDF ആണ്. ഇപ്പോൾ കോട്ടക്കലും UDFിലേക്ക് പോകുന്ന ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഈ മലപ്പുറം പൊന്നാനിയും കഴിയുമ്പോൾ ലീഡ് നിലയിൽ വലിയ വ്യത്യാസമാണ്. പക്ഷേ ഇതിൽ ഇന്ന് നമ്മൾ പറഞ്ഞതിൽ 3 മണ്ഡലം നല്ല ടൈറ്റാണ്. ഒന്നാമത്തേത് തവനൂരിൽ ഞാൻ തന്നെ ഡൗട്ടിലാണ്. ഞാൻ LDFന് കൊടുത്താലോ ഞാൻ മീൻസ് നമ്മുടെ ഒരു സ്വാഭാവിക ഇൻ്റലിജൻസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ KT ജലീൽ അവിടെ ജയിക്കില്ലേ എന്ന് നമുക്ക് തോന്നും. കാരണം പുള്ളിക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ UDF വേവ് ആ ഒരു വേവിൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ടുകളൊന്നും 1% പോലും പോകാതെ, അതായത് മുസ്ലിം ലീഗ് വോട്ട് ഉറപ്പായിട്ടും കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയായിരുന്നു. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഈ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ സീറ്റ് കിട്ടാവുന്നത്, എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ഈ പാർട്ടിക്കൊപ്പം നിൽക്കും എന്ന് പറഞ്ഞൊക്കെ വൈകാരികമായി മലപ്പുറം ജില്ലയിലെ ആളുകളെ അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ. അതുകൊണ്ട് മാത്രമാണ്, മീൻസ് ഒരു പക്ഷേ എന്തായാലും ആര് ജയിച്ചാലും ചെറിയൊരു അടിച്ച് മാത്രമേ തവനൂർ കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ VS ജോയിക്ക് കൊടുത്തു എന്ന് മീൻസ് VS ജോയ് വിജയിക്കും നമ്മളൊന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ടൈറ്റാണ്, നമുക്കത് പ്രവചിക്കാൻ പറ്റില്ല. പിന്നെ തൃത്താലയുടെ കാര്യം പറഞ്ഞു, പിന്നെ പൊന്നാനിയുടെ കാര്യം, പൊന്നാനിയും ഭയങ്കര ടൈറ്റാണ്. പൊന്നാനിയും വളരെ ടൈറ്റാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇച്ചിരി മോശമാണ് LDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നിയോജക മണ്ഡലത്തിൽ. ലാസ്റ്റ് ടൈമിലൊക്കെ ഇനിയിപ്പം അധികം സമയമില്ല, ഒരു 80% ആൾക്കാർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് പൊന്നാനിയും കൂടെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 7 സീറ്റും UDFന് കൊടുക്കാം. 7 UDF എടുക്കാനാണ് സാധ്യത. പ്യൂരിറ്റി ഇല്ല, എന്നാലും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണയും 7 തന്നെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇത്തവണയും 7 കിട്ടി, 16 നേരത്തെ നമ്മൾ പറഞ്ഞ 24, 18 ആയിരുന്നു. ഇപ്പം ഇതും കൂടി ആകുമ്പോൾ 24, 7, 31 31 UDFിലേക്കും 18 LDFിലേക്കും ആയി. നമ്മളൊരു കാര്യം പറയുന്നത്, മലപ്പുറം ജില്ലയിൽ നമ്മൾ ഫുള്ള് കഴിഞ്ഞു. സീപ്പാണ്. 2 മണ്ഡലം ടൈറ്റാന്ന് പറയുമ്പം പോലും ഒരു സീപ്പ് കണക്കാണ്. തരംഗം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബാധിച്ചു. ആ തരംഗത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. അത് ഒരു 1% കൂടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, കാരണം നമ്മൾ കേൾക്കുന്ന ന്യൂസുകളും കാര്യങ്ങളും സാധാരണ LDF ഓടിപ്പിടിക്കുന്നതാണ് പ്രതിപേട്ട. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു അജണ്ട വെച്ചത് UDF ആണ്. ആ UDF വെക്കുന്ന അജണ്ടയിലാണ് LDF മുന്നോട്ട് പോകുന്നത്. സാധാരണ LDF അജണ്ട വെക്കുകയും UDFകാർ അത് ചാടിക്കയറി പിടിച്ച് പുലിവാലുണ്ടാക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇത്തവണ അജണ്ട വെക്കുന്നത് UDF ആണ്. LDFന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ വളരെ കേഡർ വോട്ടുകൾ ഇത്തവണ അത് N ബ്ലോക്കായിട്ട് UDFന് തന്നെ കിട്ടും നമുക്ക് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ, നമ്മുടെ 7ാമത്തെ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും ഒരു വേവ് UDFിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. 31 സീറ്റുകൾ വരെ ഇപ്പോൾ UDFിന് വിജയിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 18 സീറ്റുകൾ മാത്രമാണ് LDF വന്നിരിക്കുന്നത്. എന്തായാലും ഇനിയും ധാരാളം മണ്ഡലങ്ങളുണ്ട്. ഏകദേശം 13ഓളം മണ്ഡലങ്ങൾ നമ്മൾ സംസാരിക്കാനുണ്ട്. 13 ലോക്സഭാ മണ്ഡലങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നോക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.